Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ചെറുപുഴ ചിറ്റാരിക്കൽ കാറ്റാംകവലയിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. 46 പേർക്ക് പരിക്ക്. മൈസൂർ സ്വദേശി ഹരീഷാണ് മരിച്ചത്. ശബരിമല തീർത്ഥാടകരുടെ ബസ് അപകടത്തിൽപ്പെട്ടു. കാറ്റാംകവല മറ്റപ്പള്ളി വളവിൽ വെച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായി. നിരവധി പേർക്ക് പരിക്കേറ്റു. മൈസൂർ ചിഞ്ചിലക്കട്ട സ്വദേശി 36 വയസ്സുകാരൻ ഹരീഷാണ് മരിച്ചത്. 45ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട എല്ലാവരും മൈസൂർ ചിഞ്ചിലക്കട്ട ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്. സ്ഥിരം അപകടം നടക്കുന്ന മേഖലയിലാണ് അപകടമുണ്ടായത്. 56ഓളം യാത്രക്കാരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരിൽ 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. LDF പയ്യന്നൂർ നഗരസഭ തിരഞ്ഞെടുപ്പ് പത്രിക പ്രകാശിപ്പിച്ചു. പയ്യന്നൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ പത്രിക പയ്യന്നൂരിന്റെ വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങൾ ചേർന്നാണ് പ്രകാശിപ്പിച്ചത്. നന്മ തുടരാൻ, നാട് വളരാൻ LDF എന്ന സന്ദേശവുമായി LDF പയ്യന്നൂർ നഗരസഭ തെരഞ്ഞെടുപ്പ് പത്രിക പുറത്തിറങ്ങി. പയ്യന്നൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ പത്രിക പയ്യന്നൂരിന്റെ വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങൾ ചേർന്നാണ് പ്രകാശിപ്പിച്ചത്. പയ്യന്നൂർ ബോംബെ ഹോട്ടൽ ഹാളിൽ നടന്ന ചടങ്ങിൽ TA മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ കോൺഗ്രസിന് പോലും അവരുടെ പ്രധാനപ്പെട്ട നേതൃത്വത്തെ മത്സരിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു നിലയിലേക്ക് രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. നമ്മൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരു സന്ദർഭമാണ്. എഴുത്തുകാരൻ K. അഖിൽ, സിനിമാ സംവിധായകൻ മൃദുൽ നായർ, നർത്തകി കലാമണ്ഡലം ലത, ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ, മുൻ ഇന്ത്യൻ വനിതാ ടീം കോച്ച് T. ബാലചന്ദ്രൻ, ജീവകാരുണ്യ പ്രവർത്തക ഡോക്ടർ സുജ വിനോദ്, ആദ്യകാല ഓട്ടോ ഡ്രൈവർ K. രാഘവൻ, ചുമട്ടുതൊഴിലാളി MB രാജൻ, IT വിദഗ്ധൻ VP ശ്രീനാഥ്, ശില്പിയും ചിത്രകാരനുമായ ഉണ്ണീക്കാനായി എന്നിവർ ചേർന്ന് പ്രകടന പത്രിക പ്രകാശിപ്പിച്ചു. P. സന്തോഷ്, V. ബാലൻ, KK ഗംഗാധരൻ, LDF നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇടതുപക്ഷത്തെ വേട്ടയാടുന്നവർക്ക് ശബരിമല എന്ന ഒറ്റക്കാര്യമേ പറയാനുള്ളൂവെന്നും സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അവർ മറച്ചുവെക്കുകയാണെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പാവൂർ കുഞ്ഞിരാമൻ അനുസ്മരണ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിവെള്ളൂർ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും CPIM ഏരിയ കമ്മിറ്റി അംഗവും കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പാവൂർ കുഞ്ഞിരാമന്റെ 14ാം ചരമവാർഷിക ദിനം സമുചിതമായി ആചരിച്ചു. ചീറ്റയിലെ സ്മൃതി മണ്ഡപത്തിൽ ദിനാചരണ കമ്മിറ്റി ചെയർമാൻ KP ദാമോദരൻ പതാക ഉയർത്തി. പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P. സന്തോഷ്, T. സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. ചീറ്റ കേന്ദ്രീകരിച്ച് നടന്ന ബഹുജന പ്രകടനത്തിൽ നിരവധി പേർ പങ്കാളികളായി. പ്രകടനം പെരളം EMS മന്ദിര പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പാവൂറിനെ പോലുള്ളവർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു ഘട്ടമാണ്. ഈ ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശത്രുക്കളെല്ലാം വേട്ടയാടുന്നവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. ഇക്കഴിഞ്ഞ ഒക്ടോബർ 29-ാം തീയതി മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട തീരുമാനം നാടെമ്പാടും ജനങ്ങൾ തിരിച്ചറിഞ്ഞു.
നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളോ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളോ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇടതുപക്ഷത്തെ വേട്ടയാടുന്നവർക്ക് ശബരിമല എന്ന ഒറ്റക്കാര്യമേ പറയാനുള്ളൂവെന്നും LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അവർ മറച്ചുവെക്കുകയാണെന്നും അനുസ്മരണ പ്രസംഗത്തിൽ MV ജയരാജൻ പറഞ്ഞു. ചടങ്ങിൽ KP ദാമോദരൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, P സന്തോഷ്, M രാഘവൻ, C ബാലകൃഷ്ണൻ, T ഗോപാലൻ, P രമേശൻ, C കൃഷ്ണൻ, K നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ പഞ്ചായത്തായിരുന്ന കാലത്ത് 16 വർഷം തുടർച്ചയായി പ്രസിഡന്റും മുൻ MLAയുമായിരുന്ന അന്തരിച്ച സുബ്രഹ്മണ്യ ഷേണായുടെ മകൾ S ജ്യോതി പയ്യന്നൂർ നഗരസഭയായപ്പോൾ 2 തവണ നഗരസഭാ ചെയർപേഴ്സണായി പ്രവർത്തിച്ചു. അക്കാലഘട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നെറ്റ്വർക്ക് ന്യൂസുമായി പങ്കുവച്ച് S ജ്യോതി. 2 പ്രാവശ്യങ്ങളിലായി 10 വർഷങ്ങളിൽ ആദ്യ ചെയർപേഴ്സണായിരുന്ന S ജ്യോതിയാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം ജ്യോതി ചേച്ചി. അപ്പോൾ നമ്മുടെ പയ്യന്നൂരിലെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സണായിരുന്നു ജ്യോതി ചേച്ചി, അതും 2 പ്രാവശ്യം. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ ഇങ്ങനെ അടുത്ത് വരികയാണ്, ആ ഒരു സമയത്ത് എന്താണ് ആ ഒരു സ്മരണകൾ? ഞാൻ 1990 ജില്ലാ കൗൺസിൽ മെമ്പറായി മത്സരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട്. അന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്ന് 33% വനിതകൾ ആദ്യമായി മത്സര രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം അതിനു മുമ്പ് പഞ്ചായത്തുകളിലെല്ലാം നമുക്കൊരു പുതിയ അനുഭവമാണ്. അതായത് ജില്ലാ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയുടെ ഒരു ഗവൺമെൻറ് എന്ന രീതിയിൽ ഒരുപാട് അധികാരങ്ങളോട് കൂടിയിട്ടായിരുന്നു അത് രൂപീകരിച്ചിരുന്നത്. അപ്പോൾ അതിൽ 33% സ്ത്രീകളെ പ്രതിനിധികളാക്കുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമായി സമൂഹം കണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നത്. അപ്പോൾ അതിന് ശേഷം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്, നഗരപാലിക അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും 50% സ്ത്രീകൾക്ക് റിസർവേഷൻ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് മാറ്റം വന്നു. കാരണം സ്ത്രീകൾ തയ്യാറാവാൻ എന്നാലും കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ ചെയ്യാനുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ആദ്യകാലത്ത് ഒരുപാട് പരിശീലനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ആവശ്യമായ രീതിയിലുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാക്കണം. ആ പ്രൊജക്റ്റുകൾ അത് ജീവിത നിലവാരം എന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും തൊടണം നമ്മൾ. അതാണ് വികസനം. ആ ബോധ്യം ജനങ്ങളിലും ജനപ്രതിനിധികളിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഗവൺമെൻറ് ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു വികസിത രാഷ്ട്രങ്ങൾ ചെയ്യുന്നതിൽ കൂടുതലുള്ളൊരു ഗവൺമെൻറ് ഈ 10 വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയാൽ കാണും. അതുപോലെ തന്നെയാണ് ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് നഗരസഭ പഞ്ചായത്തുകളുടെ പ്രവർത്തനം. അപ്പോൾ അവർക്ക് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് LDFന് ഗുണകരമാകും തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളത്. പയ്യന്നൂറുകാർക്ക് യാതൊരു മുഖവരയുടെയും ആവശ്യമില്ലാത്ത S ജ്യോതിയാണ് നമ്മുടെ കൂടെ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പോൾ എന്തായാലും ജ്യോതി ചേച്ചി നമ്മളോട് ഇത്ര സംസാരിച്ചതിന് നന്ദി അറിയിക്കുകയാണ്. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. നന്ദി. തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേതാക്കളുടെ പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ എടാട്ടുമ്മൽ 8ാം വാർഡ്. കോൺഗ്രസ്, CPI, BJP എന്നീ പാർട്ടികളുടെ നേതാക്കളാണ് ഇവിടെ മത്സരരംഗത്ത് ഉള്ളത്. 2020 നടന്ന തിരഞ്ഞെടുപ്പിൽ 2400 വോട്ടർമാരുണ്ടായിരുന്ന എടാട്ടുമ്മൽ വാർഡ് വിഭജനം പൂർത്തിയായപ്പോൾ 1200 പരം വോട്ട് മാത്രമായി ചുരുങ്ങി. എന്നാൽ 3 മുന്നണികളും 8ാം വാർഡിലെ മത്സരം പ്രസ്റ്റീജായി എടുത്തപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നേതാക്കളെ തന്നെ കളത്തിലിറക്കി. UDFൽ മത്സരിക്കാൻ കോൺഗ്രസിന്റെ തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റായ M രജീഷ് ബാബുവിനെയാണ് ചുമതല ഏൽപ്പിച്ചത്. വിജയത്തിനുമപ്പുറം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നാണ് UDF സ്ഥാനാർത്ഥി പറയുന്നത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്നത് മുതൽ ഈ നാളിതുവരെയായി ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അധികാരത്തിലുണ്ടായത്. അതിന്റെ ഭാഗമായി തന്നെ സമീപ പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നല്ല ഒരു വികസന മുന്നേറ്റമാണ് ഗ്രാമപഞ്ചായത്തിനകത്തുള്ളത്. അതിന്റെ ചുവട് വെച്ചാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. LDFൽ CPIക്കാണ് നറുക്കുവീണത്. മുതിർന്ന നേതാവും CPI ജില്ലാ കമ്മിറ്റി അംഗവുമായ M ഗംഗാധരനാണ് സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത്. LDFന് അനുകൂലമാണ് കാറ്റെന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത്. കഴിഞ്ഞ 10 വർഷമല്ല തുടർച്ചയായി
മുസ്ലിം ലീഗിൻ്റെ ആധിപത്യത്തിൽ ഭരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത്, ആ പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പിനെതിരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന വിരുദ്ധതക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ എല്ലാ വാർഡിനകത്തും അലയടിച്ചു വരികയാണ്. ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. NDAയിലാവട്ടെ BJPയുടെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് EM സോജുവിനെയാണ് കളത്തിലിറക്കിയത്. വിജയപ്രതീക്ഷയിലാണുള്ളതെന്ന് NDA സ്ഥാനാർത്ഥി പറയുന്നു. ഈ വാർഡിനകത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് ഞാൻ. 8ാം വാർഡിൽ നിന്നുള്ള ബാക്കി 2 സ്ഥാനാർത്ഥികളും ഈ വാർഡിലില്ലാത്ത സ്ഥാനാർത്ഥികളാണ്, വാർഡിന് പുറത്തുള്ളതാണ്. ഈ വാർഡിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ്. ഞാൻ ജനിച്ചു വളർന്ന നാട്, എൻ്റെ സ്വന്തം അയൽവക്കക്കാരാണ് എല്ലാ വോട്ടർമാരും. അതുകൂടാതെ നരേന്ദ്രമോദിയുടെ PM കിസാൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ഈ വാർഡിലെ ഭൂരിപക്ഷം വീടുകളും. 200ഓളം വരുന്ന വീടുകളിൽ 110ഓളം വീടുകൾ PM കിസാൻ പദ്ധതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്രാവശ്യം ഈ വാർഡിൽ നല്ല വിജയപ്രതീക്ഷയാണുള്ളത്. ആദ്യവട്ടം വീടുകളിലും സ്ഥാപനങ്ങളിലും വോട്ടർപ്പിക്കൽ നടത്തിയ സ്ഥാനാർത്ഥികൾ ഞായറാഴ്ച മുതൽ അഭ്യർത്ഥനകളും നോട്ടീസുകളുമായി 2ാം ഘട്ടം വീടുകയറാനുള്ള തയ്യാറെടുപ്പിലാണ്. 3 മുന്നണികളിലും രാഷ്ട്രീയ നേതാക്കൾ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പമാകുമെന്ന് കണ്ടുതന്നെ അറിയണം. കഴിഞ്ഞ തവണ 21 വാർഡുകൾ ഉണ്ടായിരുന്ന തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ 2 വാർഡുകൾ വർദ്ധിച്ച് 23 മാറിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ ഞായറാഴ്ച സമാപനമാകും. 15,000-ലധികം പേർക്ക് അന്നപ്രസാദം നൽകാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ക്ഷേത്രം ഊട്ടുപുരയിൽ. കഴിഞ്ഞ 2 ആഴ്ചക്കാലം പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും അലയടിച്ച ഭക്തിയുടെയും ആചാരപ്പെരുമയുടെയും തിരയിളക്കത്തിന് ഞായറാഴ്ച സമാപനം. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 15 ദിവസം നീണ്ടുനിന്ന ആരാധനാ മഹോത്സവം സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ ആയിരക്കണക്കിന് ഭക്തർക്ക് വിഭവസമൃദ്ധമായ അന്നപ്രസാദം നൽകാനുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രം ഊട്ടുപുരയിൽ തകൃതിയായി നടക്കുകയാണ്. ഉത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ അന്നദാനത്തിനുള്ള തയ്യാറെടുപ്പുകൾ ക്ഷേത്ര ഊട്ടുപുരയിൽ പൂർത്തിയായി കഴിഞ്ഞു. സമാപന ദിവസമായ ഞായറാഴ്ച ഏകദേശം 15,000-ലധികം ഭക്തർക്ക് അന്നപ്രസാദം നൽകാനാണ് ക്ഷേത്രം അധികൃതർ ലക്ഷ്യമിടുന്നത്. പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ഭക്തർക്കായി ഒരുക്കുന്നത്. സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിന് നേതൃത്വം നൽകുന്നത് വടശ്ശേരിയിലെ പ്രശസ്ത പാചക വിദഗ്ധനായ മാങ്കുന്ന് ശങ്കരൻ നമ്പൂതിരിയാണ്. ഒഴിച്ചുകൂട്ടാനും തൊട്ടുകൂട്ടാനുമുള്ള സദ്യവിഭവങ്ങൾ രുചിഭേദങ്ങൾ ചോരാതെ തയ്യാറാക്കാനായി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘമാണ് അഹോരാത്രം ദേഹണിക്കുന്നത്. ഭക്തിയുടെ ഈ വേളയിൽ 10,000-കണക്കിന് ആളുകൾക്ക് അന്നം വിളമ്പാൻ സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹമായി കരുതുന്നുവെന്നും എല്ലാവരുടെയും സഹകരണത്തോടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചതായും മാങ്കുന്ന ശങ്കരൻ നമ്പൂതിരി പ്രതികരിച്ചു. അപ്പോൾ നാളത്തേക്കുള്ള സദ്യവട്ടങ്ങളുടെ തയ്യാറാവുകയാണ്. എന്തൊക്കെയാണ് നാളത്തെ വിഭവങ്ങൾ? നാളത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത് സാമ്പാർ, മെയിനായിട്ടുള്ള കറി സാമ്പാർ, പിന്നെ മെനു ഒഴിച്ചു കൂട്ടാനുള്ളത്, തൊട്ടുകൂട്ടാനുള്ളത് കൂട്ടുകറി, വറവ്, മെഴുക്ക് വരട്ടി, അച്ചാർ, പച്ചടി, പിന്നെ മധുരക്കറിയായിട്ട് പാൽപ്പായസം. ഏകദേശം ഒരു 15,000-20,000-ഓളം ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ സംവിധാനം ഇപ്പോൾ ഏർപ്പാട് ചെയ്തിട്ടില്ല. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിൽ അന്നേരം സംവിധാനം ചെയ്യും. കഴിഞ്ഞ 15 ദിനങ്ങളിലും ദൂരദേശങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. വിശേഷാൽ പൂജകളും ആചാരപരമായ ചടങ്ങുകളും കൊണ്ട് ഭക്തിസാന്ദ്രമായിരുന്നു ഓരോ ദിനവും. ഞായറാഴ്ച 25,000 പേർ ഭക്ഷണം കഴിച്ചത് പ്രസാദമായിട്ടാണ് നടക്കാൻ പോകുന്നുണ്ട്. അതിൽ സജ്ജീകരണങ്ങൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം ഒരു 6,000-7,000 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ നൽകാൻ പറ്റുന്ന ഒരു 6 കൗണ്ടറിലായിട്ട് ഒരു 3,000 ആൾ ഒറ്റയടിക്ക് നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് പോകുന്ന രീതിയിലേക്കുള്ള സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉത്സവത്തിന്റെ അവസാന നാളുകളിൽ ക്ഷേത്രത്തിലെത്തിയവർ നിറഞ്ഞ മനസ്സോടെയാണ് മടങ്ങിയത്. വർഷാവർഷം പയ്യന്നൂരിന് ഉത്സവ ചായ നൽകി നടക്കുന്ന ആരാധനാ മഹോത്സവം പയ്യന്നൂരിലെ വിശ്വാസി സമൂഹത്തിന് ആത്മീയമായ ഉണർവ് നൽകുന്നതിനോടൊപ്പം നാടിന്റെ ഐക്യവും വിളിച്ചോതുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കഴിഞ്ഞ ദിവസം ലോറി തൊഴിലാളികളെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ CITU പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചൂരലിൽ പ്രതിഷേധ പ്രകടനം നടന്നു. 29-ാം തീയതി ശനിയാഴ്ച പണിമുടക്കം നടത്തി. ലോറി തൊഴിലാളികളെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITU പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂരലിൽ പ്രതിഷേധ പ്രകടനം നടത്തി. NK രാജൻ, M മനോജ്, ഷാഹുൽ എന്നിവർ നേതൃത്വം നൽകി.
ശനിയാഴ്ച ലോറി തൊഴിലാളികൾ സൂചനാ പണിമുടക്കും നടത്തി. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് വാർഷിക സമ്മേളനം പയ്യന്നൂർ OPM ഇൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി M ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം ശനിയാഴ്ച രാവിലെ 9:30 OPM ഇൻ ഓഡിറ്റോറിയം ഹാളിൽ വെച്ച് നടന്നു. ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി M ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ അംഗങ്ങളെ കൂട്ടി നമ്മുടെ സമര പോരാട്ടങ്ങൾ കൂട്ടിയിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ വളരെ പ്രയാസമായിരിക്കും എന്ന് ഭാരവാഹികളോടും വരുന്ന ഭാരവാഹികളോടും ഉറപ്പിച്ചു പറയുകയാണ്. എങ്കിലും നമ്മുടെ LIC 1956 രൂപീകരണമായി ഇന്നിപ്പോൾ 70 വയസ്സ് കൊണ്ട് നടന്നു നീങ്ങുകയാണ്. അതേപോലെ നമ്മുടെ ഓൾ ഇന്ത്യ LIC ഏജന്റ് ഫെഡറേഷൻ 1984 അതിന്റെ പിന്നണി പ്രവർത്തനം തുടരുകയും ഇന്ത്യൻ റെഗുലേറ്റർ സംഘടന ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം 1986 രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ 40 വർഷത്തിലേക്ക് പൂർത്തീകരിച്ച് കൊണ്ടുപോവുകയാണ്. 39 വർഷം പൂർത്തീകരിച്ചു, 40ാം വയസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. LICയും AK ശ്രീജ അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ കോഴിക്കോട് ഡിവിഷണൽ സെക്രട്ടറി CT സത്യനാഥ് മുഖ്യാതിഥിയായി. K വത്സരാജ് മുഖ്യഭാഷണം നടത്തി. T സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ കാവിലെ വളപ്പിൽ കൃഷ്ണൻ വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. KV ഷാജി, EJ ജോയി, CV ശശിധരൻ, KP ചന്ദ്രൻ, K സജി, VM വിജയൻ, B ശാന്തമ്മ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ പേരളം പഞ്ചായത്ത് 8ാം വാർഡ് LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മാലാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം M രാഘവൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവള്ളൂർ പേരളം പഞ്ചായത്ത് 8ാം വാർഡ് LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മാലാപ്പ് EK നായനാർ സ്മാരക മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്തു. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം M രാഘവൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 16 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ബഹുദൂരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് ഓരോ വാർഡിനകത്തും ആസ്ഥാനം ഉണ്ടാകണമെന്ന് തീരുമാനിച്ചത്. അതിനടിസ്ഥാനത്തിലാണ് 8ാം വാർഡിൻ്റെ ഓഫീസ് ഇവിടെ മാലാപ്പ് നായനാർ മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനിയുള്ള ദിവസം ഈ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വാർഡിൻ്റെ പ്രവർത്തനം വളരെ ചിട്ടയായി നടത്തുന്നതിന് വേണ്ടി നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ നിലയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ചടങ്ങിൽ KP ഭാസ്കരൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി K ജനേഷ്, K സന്തോഷ്, K മനുരാജ്, P നാരായണൻ, TE സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. LDF ജില്ലാ പഞ്ചായത്ത് കരിവള്ളൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി AV ലേജുവിന് കരിവള്ളൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. LDF ജില്ലാ പഞ്ചായത്ത് കരിവള്ളൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി AV ലേജുവിന് കരിവള്ളൂരിൽ സ്വീകരണം നൽകി. മണ്ഡല പര്യടനത്തിന്റെ 2ാം ഘട്ട പരിപാടിയുടെ ഉദ്ഘാടനമാണ് കരിവള്ളൂർ ഗ്രാമപഞ്ചായത്ത് വഴിയോര വിശ്രമ കേന്ദ്രത്തിനു സമീപത്ത് വെച്ച് നടന്നത്. സ്വീകരണ പരിപാടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ മത്സരിക്കുന്ന 3 പേരെയും ഞാൻ പരിചയപ്പെടുത്തുന്നത് അവിവേകമാണെന്ന് എനിക്കറിയാം. പക്ഷേ സഖാവ് ലേജു ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് 5 വർഷം ഭരിച്ചു. ഒരു പുതുക്കക്കാരി എന്ന രീതിയിലായിരുന്നു ലേജു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി വന്നത്. പക്ഷേ ആ പുതുക്കക്കാരിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിമിതികൾ 5 വർഷക്കാലത്തെ ഈ പഞ്ചായത്ത് ഭരണത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഉണ്ടായിരുന്നില്ല എന്നത് അനുഭവങ്ങളിലൂടെ കണ്ടവരാണ് നാം എല്ലാവരും. ചടങ്ങിൽ MV രാഘവൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി KV പ്രീത, 3ാം വാർഡ് സ്ഥാനാർത്ഥി P വിജയകുമാർ, M രാഘവൻ, PV വത്സല, PV ചന്ദ്രൻ മാസ്റ്റർ, M സതീശൻ, TTV കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. രാമന്തളി പഞ്ചായത്ത് UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. UDF കണ്ണൂർ ജില്ലാ ചെയർമാൻ PT മാത്യു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു.
പഞ്ചായത്ത് പൊതുശ്മശാനത്തിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് ഗ്യാസ് ക്രിമിറ്റോറിയം സ്ഥാപിച്ച് 5 വർഷം തികഞ്ഞിട്ടും ഇതുവരെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കാതെ പൊതുഖജനാവ് പാഴാക്കിയവർക്കെതിരായ ശക്തമായ താക്കീത് നൽകാൻ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് UDF കണ്ണൂർ ജില്ലാ ചെയർമാൻ PT മാത്യു. രാമന്തളി പഞ്ചായത്ത് UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുന്നില്ല. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. വിശ്വം ഇങ്ങനെ മഹാത്മയ്ക്ക് സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ്യത്തിന്റെ സങ്കല്പത്തെ സാർത്ഥകമാക്കാൻ ഞാൻ ചരിത്രത്തിലേക്ക് കടന്നു പോകുന്നില്ല. 2 വോട്ടിന് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലുകൾ സംഘപരിവാർ ശക്തികളോടൊപ്പം കൂടിച്ചേർന്ന് വോട്ട് ചെയ്ത് രാജ്യസഭയിൽ പരാജയപ്പെടുത്തിയവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ടാണ് നരസിംഹറാവുവിന് ആ ദൗത്യം പൂർണ്ണമാക്കാൻ ഗതിയിൽ വന്നത്. പഞ്ചായത്ത് UDF കമ്മിറ്റി ചെയർമാൻ PV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PK കബീർ സ്വാഗതം പറഞ്ഞു. രജിത്ത് നാറാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. KT സഹദുള്ള, ഉസ്മാൻ കരപ്പാത്ത്, MTP ഹമീദ്, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, VV ഉണ്ണികൃഷ്ണൻ, KK അഷ്റഫ്, ശിവദാസൻ, KC ഖാദർ, PP നാരായണി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിലെ ഓൺലൈൻ കൂട്ടായ്മയായ പയ്യന്നൂർ ഡയറീസിന്റെ 3ാമത് ഐക്കൺ ഓഫ് പയ്യന്നൂർ പുരസ്കാര സമർപ്പണവും സുരേഷ് രാമന്തളിയുടെ പ്രണയിക്കുകയായിരുന്നു നാം എന്ന ഗാനസമാഹാരത്തിന്റെ പ്രകാശനവും പയ്യന്നൂർ OPM ഇൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മലയാള ഗാന സാഹിത്യരംഗത്ത് തന്റേതായ ഭാവഗീതങ്ങളിലൂടെ ശ്രദ്ധേയനായ സുരേഷ് രാമന്തളി രചിച്ച ഗാനങ്ങളുടെ സമാഹാരമായ പ്രണയിക്കുകയായിരുന്നു നാം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കവി മാധവൻ പുറച്ചേരി ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി M പ്രദീപ് കുമാറിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. നിരവധി സാഹിത്യകൃതികളിലൂടെ മലയാള സാഹിത്യലോകത്ത് അടയാളപ്പെടുത്തിയ വ്യക്തിത്വമായ എഴുത്തുകാരൻ M ദാമോദരൻ പയ്യന്നൂർ ഡയറീസ് നൽകുന്ന 3ാമത് ഐക്കൺ ഓഫ് പയ്യന്നൂർ പുരസ്കാരം മാധവൻ പുറച്ചേരിയിൽ നിന്നും ഏറ്റുവാങ്ങി. സുരേഷ് രാമന്തളിക്ക് സംവിധായകൻ ശിവകുമാർ കാങ്കോലും മാധവൻ പുറച്ചേരിക്ക് പയ്യന്നൂർ ഡയറീസ് അഡ്മിൻ P ജയനാരായണനും പയ്യന്നൂർ ഡയറീസിന്റെ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. സുരേഷ് എതിർദിശ പുസ്തക പരിചയം നടത്തി. P പ്രേമചന്ദ്രൻ, MD അന്നൂർ, ജലജ രാജീവ്, V നന്ദകുമാർ, പച്ച രാജീവൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. C പ്രകാശ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നോവലിസ്റ്റ് സുജിത് കരിവള്ളൂർ സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എടാട്ടിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രി സഞ്ചരിക്കുന്ന നേത്രവിഭാഗം കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും എടനാട് വെസ്റ്റ് LP സ്കൂൾ ഹാളിൽ വെച്ച് നടന്നു. ഡോക്ടർ ഷീബ B നായർ ഉദ്ഘാടനം നിർവഹിച്ചു. സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എടാട്ടിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രി സഞ്ചരിക്കുന്ന നേത്രവിഭാഗം കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും എടനാട് വെസ്റ്റ് LP സ്കൂൾ ഹാളിൽ വെച്ച് നടന്നു. കുഞ്ഞിമംഗലം FHO മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീബ B നായർ ഉദ്ഘാടനം നിർവഹിച്ചു. സൗജന്യ നേത്ര പരിശോധന അതുപോലെ തന്നെ നമ്മൾ സാധാരണ കാണുന്ന തിമിരം ഉണ്ടോ എന്നാണ് നിർണ്ണയിക്കുന്ന ഒരു ക്യാമ്പാണ്. നമുക്കറിയാം, ഒരു പ്രായം ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് കാഴ്ച നഷ്ടം. അതിന്റെ പ്രധാന കാരണം ഒരു ഏജ് കഴിഞ്ഞാൽ തിമിരമാണ്. നമുക്കറിയാം, ഇതിന് മുന്നേ നമ്മുടെ പഞ്ചായത്തിൽ ഇതുപോലെ നേത്രപരിശോധന നമ്മുടെ വൈദ്യുതി വന്ന് ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. സെഞ്ചുറി രക്ഷാധികാരി സുശാന്ത് KV അധ്യക്ഷനായി. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ഓഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ സീന TV ക്യാമ്പ് വിശദീകരണം നടത്തി. അഖിൽ, പ്രസാദ് RS, M രവീന്ദ്രൻ, രചന പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ കോയിത്താറ്റ് പാടശേഖരത്തിൽ മുഞ്ഞരോഗം പടരുന്നു. മുഞ്ഞയുടെ ഉപദ്രവം കൂടാതെ പുഴുക്കളുടെ അക്രമവും വ്യാപകമായതോടെ നെൽകൃഷി കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കരിവള്ളൂർ കോയിത്താറ്റ് പാടശേഖരത്തിൽ മുഞ്ഞരോഗം പടരുന്നു. മുഞ്ഞയുടെ ഉപദ്രവം കൂടാതെ പുഴുക്കളുടെ ആക്രമണവും വ്യാപകമായതോടെ നെൽകൃഷി കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും നെൽച്ചെടികൾ നശിച്ചു കഴിഞ്ഞു. നെൽച്ചെടിയുടെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ് മുഞ്ഞരോഗം പടർത്തുന്നത്. നീര് ഊറ്റിക്കുടിച്ചാൽ നെൽച്ചെടി കരിഞ്ഞു പോകുന്നതാണ് മുഞ്ഞബാധ. കൂടാതെ പുഴുക്കളുടെ ആക്രമണവും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ചെടികളുടെ ഇല ഇവ തിന്നു തീർത്തു കഴിഞ്ഞു. കൃഷിക്കാരുടെ പ്രതീക്ഷകളുടെ മേൽ കരിനിഴൽ വീഴ്ത്തിയാണ് നെൽകൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നത്.
തങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും ഇവയുടെ ആക്രമണത്തിൽ നിന്ന് നെൽച്ചെടികളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു. ഇതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. ഒരു 5 ഏക്കറോളം കൃഷി ചെയ്തു. മുഞ്ഞരോഗം വിട്ട് പുഴുശല്യം വർദ്ധിച്ചു. മരുന്നടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ ഒന്ന് കൃഷിയെല്ലാം നശിച്ചു പോവേന്. കൃഷിയിൽ 25 ഹെക്ടറോളം പാടശേഖരത്തിന് ഈ കൃഷിൻ്റെതാണ്. 2 വള കൃഷിയെടുക്കുന്നതാണ്. അത് ഇപ്പോൾ എല്ലാം കുറഞ്ഞ് ആകെ 5 ഏക്കറയും 10 ഏക്കറയും കൃഷിക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ. മറ്റാരും ചെയ്യുന്നില്ല. ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഒരു ആദായങ്ങളും കിട്ടുന്നില്ല കൃഷി വകുപ്പിൽ നിന്ന്. എല്ലാം കൃഷി സപ്ലൈകോയിൽ നെല്ല് കൊടുത്തതിൻ്റെ കഴിഞ്ഞ വർഷം നെല്ല് കൊടുത്തതിൻ്റെ പൈസ വരെ കിട്ടാനില്ലാത്ത. നെൽകൃഷിക്കാരുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാതമംഗലം കൂട്ടായ്മ നടത്തിയ നേന്ത്രവാഴ കൃഷി വിളവെടുപ്പും ചികിത്സാ സഹായ വിതരണവും നടന്നു. കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ നേന്ത്രവാഴ കൃഷി വിളവെടുപ്പും ചികിത്സാ സഹായ വിതരണവും മാതമംഗലത്ത് നടന്നു. കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടാണ് മാതമംഗലം കൂട്ടായ്മ രൂപപ്പെട്ടത്. അതിനുശേഷം നമ്മുടെ വരുമാനം ശരിക്കും കൃഷിയിൽ നിന്ന് തന്നെയാണ്. അതുപോലെ നമ്മുടെ കൂട്ടായ്മയുടെ മെമ്പർമാർ തരുന്ന സംഖ്യയിൽ നിന്നാണ് നമ്മൾ അസുഖബാധിതർക്ക് നൽകുന്നത്. 12 സെന്റ് സ്ഥലത്ത് 100ഓളം നേന്ത്രവാഴകളാണ് കൂട്ടായ്മ പ്രവർത്തകർ കൃഷി ചെയ്തത്. കൃഷിയിൽ 100 മേനി വിളവാണ് ലഭിച്ചത്. നേന്ത്രവാഴ കൃഷിയിൽ നിന്നും ലഭിച്ച തുക പറവൂരിലെ അസുഖബാധിതനായി ചികിത്സയിലുള്ള അലിയുടെ ചികിത്സാ സഹായത്തിലേക്ക് കൈമാറി. ചടങ്ങിൽ KV മനീഷ് അധ്യക്ഷത വഹിച്ചു. ബൈജു പാണപ്പുഴ, ചന്ദ്രൻ കാനായി, ജയരാജ് മാതമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.